നമ്മുടെ സഹോദരിമാർക്ക് പടച്ചോൻ തന്നതൊന്നും തൃപ്തിയായിട്ടില്ല. അതുകൊണ്ട് പടച്ചോൻ കൊടുത്ത ഈമ കുറച്ചും കൂടി വിക്രസ് കാണിച്ചാലേ അവർക്ക് റാഹത്താവുള്ളൂ. പടച്ചോൻ തന്ന പുരികം പ്ലക്ക് ചെയ്തിട്ട് വരച്ചാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ. പടച്ചോൻ തന്ന മുഖസൗന്ദര്യമുണ്ട്, അതിലെന്തൊക്കെയോ പെയിന്റ് അടിച്ചാലേ റെഡിയാവുള്ളൂ. പടച്ചോൻ കൊടുത്ത ചുണ്ടുണ്ട്, അതിലിപ്പോ എല്ലാവർക്കും റെഡ് ഓക്സൈഡ് തേച്ചാലേ മതിയാവുള്ളൂ. പടച്ചോൻ കൊടുത്ത് ഏതാപ്പോ അവർക്ക് മതിയായത്? കഴിഞ്ഞ കാലത്തുള്ള ആളുകൾക്ക് മതിയായിരുന്നു. ഇത് നമ്മൾ ഏതോ സംസ്കാരത്തിന് വിധേയരായപ്പോഴാണ് ഇതൊക്കെ നമുക്ക് മതിയാവാതെ പോയത്. അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാതെ ആവുകയാണ്. ഇതുപോലെ ഇന്ന് ലോകത്തെ വലിയൊരു വൈരുദ്ധ്യം ഉണ്ട്. എന്താണെന്നറിയോ? സ്ത്രീകൾ പറയും ഞങ്ങളും പുരുഷന്മാരെ പോലെയാണ്, എന്നിട്ട് സ്ത്രീകൾ പുരുഷന്മാരാവാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥ സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? സ്ത്രീകൾ സ്ത്രീകളായി നിന്ന് അവരുടെ സ്വത്വത്തിൽ അഭിമാനിക്കുക വേണ്ടത്. അപ്പോഴാണല്ലോ ഞങ്ങൾ മോശമല്ലാന്ന് വരിക. പകരുന്ന സ്ത്രീകൾ പുരുഷനായി വേഷം കൊണ്ടോ ഭാവം കൊണ്ടോ ആയിട്ട് ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ ആവാൻ പോകുമെന്ന് പറയാൻ പറ്റുകയാണ്. അങ്ങനെയല്ല, സ്ത്രീകൾ സ്ത്രീകളുടേതായ സ്വത്വം സംരക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് സ്ത്രീത്വം അഭിമാനമാണെന്ന് വരിക. ഞങ്ങൾ തരക്കേടില്ല എന്ന് പറയാൻ ഞങ്ങൾ നിങ്ങളെ മാതിരിയുള്ള പാൻറ് വാങ്ങിയിടുക, ഞങ്ങൾ നിങ്ങളെ മാതിരിയുള്ള ഭാവങ്ങളും ചേഷ്ടകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ വേണ്ട, ഞങ്ങളായി നിന്നുകൊണ്ട് അഭിമാനം പറയാം. അപ്പോഴാണ് സ്ത്രീത്വം സ്ത്രീകൾക്ക് അഭിമാനമാകുന്നത്. പ്രിയമുള്ളവരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന വനിതകളാണ്. അതുപോലെ ആദരിക്കപ്പെടുന്ന വനിതകൾ ലോക ചരിത്രത്തിൽ വേറെ ആരാണ്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആദരിക്കപ്പെടുന്നത് പോലെ ലോകത്തേത് വനിതയാണ് ആദരിക്കപ്പെടുന്നത്? ഖദീജ ഉമ്മനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഈ ഉമ്മത്തിൽ വേറെ ആരുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ പരകോടികളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നിയോഗം കിട്ടിയ ഒരു വനിത വേറെ ആരുണ്ട് ഈ സമുദായത്തിൽ? അറിയുമോ ഉമ്മ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീൻ അറിയണം, അള്ളാഹുവിന്റെ ദീന് പഠിക്കണം.